ക്രിസ്മസ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് അരൂർ എം.എൽ.എ. ദലീമ ജോജു. മനീഷ് മഹിപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു പിടി നല്ല മലയാള സിനിമാ ഗാനങ്ങൾ, ഒരുപാട് ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ. അങ്ങനെ മലയാള പിന്നണി ഗായക രംഗത്ത് നിന്നും നിയമസഭയിലെത്തിയ ആദ്യ സാമാജിക ദലീമ ജോജോയ്ക്ക് അങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ ഉണ്ടെങ്കിലും ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ദലീമ ജോജോ നമുക്കൊപ്പം ചേരുകയാണ്. എന്തുണ്ട് ക്രിസ്മസിന്റെ വിശേഷം? ഒപ്പം തന്നെ എവിടം വരെയായി? ക്രിസ്തുമസ് എന്റെ വിശേഷം എന്ന് പറഞ്ഞാല് അത് നമുക്ക് ഒരുക്കങ്ങള് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഈ എപ്പോഴും ഉള്ള തിരക്കിനിടയ്ക്ക് നമുക്ക് ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മാത്രമായിട്ട് മാറുവാൻ സാധിക്കാത്ത സാഹചര്യമാണല്ലോ. ഇപ്പൊ പൊതുജനങ്ങളുടെ ഇടയിലാണല്ലോ നമ്മള്. അപ്പൊ അതുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് ഇപ്പം എവിടെയൊക്കെ നമ്മുടെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിൽ അതിന്റെ പിന്നാമ്പുറങ്ങളിൽ നമ്മൾ സഞ്ചരിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓട്ടത്തിലാണ്. പക്ഷെ ക്രിസ്തുമസ് നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉള്ളത് നമ്മുടെ പഴയ കാല ഓർമ്മകളുമായിട്ട് നമ്മൾ അതിന്റെ ഓർമ്മകളൊക്കെ അതാണ്. അപ്പൊ നമുക്കൊരു ക്രിസ്മസ് പാട്ട് ആയിട്ട് തന്നെ തുടങ്ങിയാലോ? ആയിക്കോട്ടെ. ഞാൻ എൻ്റെ ഒരു ടീച്ചർ എന്നെ കോളേജിൽ പഠിപ്പിച്ച പ്രൊഫസറായിരുന്നു, പ്രൊഫസർ സുശീല മാർഷൽ. അപ്പോൾ ടീച്ചർ വരികൾ എഴുതി, ടീച്ചറിന്റെ പാട്ടാണ്. ഞാനാണ് അതിന്റെ മ്യൂസിക് ചെയ്തത്. ഓർക്കസ്ട്രേഷൻ അനിൽ പീറ്റർ എന്നും പറഞ്ഞ അദ്ദേഹമാണ് ചെയ്തത്. രക്ഷകനാം പൊന്നുണ്ണി പിറന്നു, നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മും ഒരു നിലരാവിൽ. രക്ഷകനാം പൊന്നുണ്ണി പിറന്നു, നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മും ഒരു നീലരാവിൽ. മഞ്ഞിനേക്കാൾ വെണ്മയേറിയ ഉടുപ്പണിഞ്ഞൊരു മാലാഖ നക്ഷത്ര വിളക്കുമായി നിദ്രയിൽ അരികിലെത്തി, എന്നരികിലെത്തി. ക്രിസ്മസ് മൂഡിലേക്ക് എത്തി. ഈ പണ്ടും ഈ പള്ളി പാട്ട് സംഘത്തിനൊപ്പം ആയിരുന്നു തുടക്കമൊക്കെ. ആദ്യമായിട്ട് വേദിയിൽ കയറുന്നതും അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും. പണ്ട് എന്റെ 4 വയസ്സ് മുതൽ എന്റെ ഓർമ്മ, അതായത് പിഞ്ചു കുഞ്ഞിന്റെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുതലാണ്. ആ ഓർമ്മ മുതൽ ഞാൻ ഗായികയാണ്, പള്ളിയിൽ കൊയറിൽ പാടുന്ന ഗായികയാണ്. ഒരു മൈക്കും പിടിച്ച് ഒരു സൈഡിൽ ഇങ്ങനെ ഒരു കുഞ്ഞായി നിൽക്കും. എന്നെ പാട്ട് എന്റെ ബ്രദറൊക്കെ പഠിപ്പിച്ചു തരും. എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലല്ലോ ആ സമയത്ത്. പഠിപ്പിച്ചു തരും. എന്നിട്ട് ഞാൻ പാടും. പിന്നെ എന്നെ കൊയറിനൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. അത് ഉറക്കിയൊക്കെ കിടത്തി തോളെ കിടത്തിക്കൊണ്ടാ പോണത്. എടുത്തോണ്ട് തോളയിലിട്ടൊക്കെ പോകുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് എന്റെ ഓർമ്മയിൽ ഞാൻ ഗായികയാണ്. അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടൊരെണ്ണം വിദേശ രാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ അവരാവശ്യപ്പെടുന്ന ഒരു ക്രിസ്തീയ ഭക്തിഗാനം ഏതായിരിക്കും? നമുക്കൊരു ക്ലിക്ക് തന്ന പാട്ട്. മണ്ണും വിണ്ണും വർണ്ണിക്കുന്നു, മഞ്ഞിൽ വന്നോരുണ്ണി നിന്നെ, മാലാഖ വൃന്ദം ആർത്തുപാടി, മാനവരക്ഷകൻ പാരിൽ പിറന്നു. മണ്ണും വിണ്ണും വർണ്ണിക്കുന്നു, മഞ്ഞിൽ വന്നോരുണ്ണി നിന്നെ, മാലാഖ വൃന്ദം ആർത്തുപാടി, മാനവരക്ഷകൻ പാരിൽ പിറന്നു. ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷം നൽകിയ ഒരു ക്രിസ്മസ് ദിനം എപ്പോഴാണ്? ഇപ്പോഴും ആ ഒരു സന്തോഷം നിലനിൽക്കുന്നുണ്ടോ ജീവിതത്തിൽ? എനിക്ക് എപ്പോഴും ക്രിസ്മസും ഓണവും ഈസ്റ്ററും എല്ലാം എനിക്ക് സന്തോഷം ദിനം തന്നെയാണ്. കാരണം വെച്ചാൽ ഞങ്ങള് ഒറ്റയ്ക്ക് ഒരിക്കലും ഞങ്ങളുടെ വീട്ടിൽ ആഘോഷിക്കാറില്ല, ഇവിടെ ആഘോഷിക്കാറേ ഇല്ല. ക്രിസ്മസ് ഇവിടെ അങ്ങനെ ഒന്നും ഇന്നുവരെ ഒരു നല്ല ഫംഗ്ഷൻ ആഘോഷിച്ചിട്ടില്ല. ഇവിടെ ഞാനും എൻ്റെ മക്കൾ 2 പേരും എൻ്റെ ഹസ്ബൻഡും ആണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ആര് വിളിച്ചാലും വിളിച്ചില്ലേലും ഞങ്ങൾ തറവാട്ടിലോട്ട് പോകും. എൻ്റെ കുടുംബത്ത് ഹസ്ബൻഡിന്റെ കുടുംബം മൂന്ന് ഒരു കോമ്പൗണ്ടിൽ 3 വീടാണ്. അവിടെ ഉഗ്രനായിട്ട് ക്രിസ്മസ് ആഘോഷിക്കും. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേ ഉണ്ടാവും. എൻ്റെ വീട്ടിലും എൻ്റെ ചേച്ചിയുടെ വീടുകളൊക്കെ ഉണ്ട്. എൻ്റെ ബ്രദർ ഉണ്ടെങ്കിൽ ബ്രദേഴ്സ് ബോംബെ എന്ന് വരുമ്പോൾ അവരുണ്ടാവും. അവരുടെ വീട്ടിൽ നമ്മൾ സെറ്റാം. അപ്പം അങ്ങനെ ഒരിക്കലും ഒറ്റപ്പെട്ടൊരു ക്രിസ്മസ് എനിക്ക് ആഘോഷിക്കാൻ പറ്റില്ല. ഒറ്റപ്പെട്ട ഒരു ഫംഗ്ഷൻ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും എല്ലാവരും വേണം. പള്ളിയിൽ പോകും, രാത്രി ഇവിടെ പള്ളിയിൽ പോകും. പക്ഷെ ആഘോഷം എല്ലാം ഇതേപോലെ എല്ലാവരും കൂടി ആഘോഷിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ആഘോഷം ഭയങ്കര സന്തോഷമാണ്. ഈ ആഘോഷത്തിൽ എന്താണ് സ്പെഷ്യൽ? ഈ ഭക്ഷണത്തിലാണെങ്കിലും ആഘോഷങ്ങളിലാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഭക്ഷണം പിന്നെ അവിടെ എല്ലാം ഉണ്ടാവും. നമ്മൾ നേരത്തെയൊക്കെ ചെല്ലുമ്പോൾ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾ എല്ലാവരും കൂടെ എല്ലാ ഭക്ഷണവും റെഡിയാക്കും.
ഇപ്പം ഞാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാനിത് രാഷ്ട്രീയ ജീവിതത്തിലായതുകൊണ്ട് എനിക്ക് ആ സമയത്ത് ചെല്ലുവാനോ അല്ലെങ്കിൽ കുറച്ച് സമയമല്ലേ അവരുടെ കൂടെ ഇരിക്കുവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സഹായങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എന്നാലും കഴിച്ചോണ്ടേ ഇരിക്കാം. ചെല്ലുന്ന സമയം മുതൽ പോരുന്ന സമയം വരെ ഇനി കഴിച്ചോണ്ടേ ഇരിക്കാം. നേരത്തെ ആണെങ്കിൽ കൂടി ഇഷ്ടത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ദിനത്തിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവം ആയിട്ട് സ്പെഷ്യലായിട്ട് എന്ത് മുന്നോട്ട് പോകും? ഞങ്ങൾ ഈ അപ്പം പുഴുങ്ങും. വീടുകളിൽ ഇങ്ങനെ അപ്പം പുഴുങ്ങും. അത് പണ്ട് എൻ്റെ മദറൊക്കെ ഉള്ളപ്പോൾ തലേ ദിവസം ഫുൾ ഉറക്കം നിന്നു ഭക്ഷണം ഉണ്ടാക്കലാണ് വീട്ടിൽ. അപ്പം പുഴുങ്ങുക, മറ്റു പലഹാരങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ താറാവ്, കോഴി, എല്ലാ വിഭവങ്ങളും ഉണ്ടാവും, മത്സ്യം എല്ലാം ഉണ്ടാവും, എല്ലാ ഭക്ഷണവും ഉണ്ടാവും. ഇതെല്ലാം അമ്മച്ചി ഉറക്കം നിന്ന് ഉണ്ടാക്കും. ഇതൊരാഘോഷമാണ് എന്ന് കാണിക്കുവാൻ ഉറക്കം നിന്ന് ഉണ്ടാക്കിയിട്ട് മക്കളുടെ കയ്യിൽ തൊട്ടടുത്ത അയൽപ്പക്കത്താണെങ്കിലും എവിടെയാണെങ്കിലും പച്ചക്കറികളൊക്കെ വെക്കുമ്പോൾ അത് പറിക്കുമ്പോൾ പോലും അത് മക്കളുടെ കയ്യിൽ എല്ലാ വീടുകളിലും അമ്മച്ചി വെച്ച സാധനങ്ങൾ എല്ലാ വീടുകളിലൊക്കെ എത്തിക്കും. തൊട്ടടുത്ത അയൽപ്പക്കം അത് ഞാൻ ഇവിടെ വരുമ്പോഴും ഞാൻ പാലിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ക്രിസ്മസ് ആകുമ്പോൾ ഞാൻ ചുറ്റും നടന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് പേർക്ക് കേക്ക് കൊടുക്കാൻ ശ്രമിക്കും. അവർ ഓണം ആകുമ്പോൾ അവർ പായസമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും. അങ്ങനെയുണ്ട്. കുടുംബം എല്ലാവരും ഉണ്ടോ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ ഇത്തവണ? ഉണ്ട്, അവരെല്ലാവരും അവിടെ ഉണ്ടാവും. അങ്ങോട്ട് ചെന്നാൽ മതി. ഈ വീട്ടിൽ എൻ്റെ മോളില്ല. മോള് പഠിക്കാൻ പുറത്താണ്, പുറം രാജ്യത്താണ്. പിന്നെ മോന് ഇവിടെ ബിടെക് പഠിക്കുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡും ഞാനും അല്ലേ ഉള്ളു. 3 പേരേ ഉള്ളു ഇപ്പൊ ഇവിടെ. ക്രിസ്മസിന്റെ ഇതിൽ ഒരു ഗാനം കൂടി എന്താണെങ്കിലും വേണം. പൊൻപൈതലേശുവേ രാരിരം രാരിരോ എൻ ജന്മഭാഗ്യമേ രാരിരം രാരിരോ പൊൻപൈതലേശുവേ രാരിരം രാരിരോ എൻ ജന്മഭാഗ്യമേ രാരിരം രാരിരോ മാലോകരാരറിഞ്ഞു ഭീലോക പാലകനി രാവിൽ പിറന്നത് ആരറിഞ്ഞു മാലോകരാരറിഞ്ഞു ഈ ലോക പാലകനി രാവിൽ പിറന്നത് ആരറിഞ്ഞു. ഇപ്പോൾ പാട്ടുകൾ കൊണ്ട് എല്ലാവരുടെയും മനസ്സും ഹൃദയവും നിറഞ്ഞു. 24-ന്റെ എല്ലാ ക്രിസ്മസ് ആശംസകളും. എല്ലാവർക്കും ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും ആശംസകൾ നേരുകയാണ്. ഒത്തിരി നന്മകൾ എല്ലാവർക്കും ദൈവം അനുഗ്രഹം ചൊരിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ക്യാമറമാൻ ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിപാൽ, 24.